വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. നമ്മളിന്ന് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ കുറച്ച് പ്രോബ്ലമാറ്റിക് പോർഷനാണ് നോക്കാൻ പോകുന്നത്. വരുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ എക്സാംസിന് വേണ്ടി വളരെയധികം യൂസ് ചെയ്യുന്ന കുറച്ച് പോർഷൻസാണ്, കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം, ദ ത്രെഷോൾഡ് ഓർഡർ നമ്പർ 10 for a water samples of 40 milli diluted to standard 200 ml mixture in which odor is just barely detected to the sense of smell is. ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ത്രെഷോൾഡ് ഓർഡർ നമ്പർ ക്വാളിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിൻ്റെ ഓപ്ഷൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 50, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. ഓക്കെ, ഇതിൽ വേറൊന്നുമില്ല, ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ ത്രെഷോൾഡ് ഓർഡർ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മിക്സ്ചർ എടുക്കുക. 200 ആണത്. അതേ ഡിവൈഡഡ് ബൈ വാട്ടർ സാമ്പിൾ എടുക്കുക. വാട്ടർ സാമ്പിൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 40 ആണ്. 200 ബൈ 40 5 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് 5. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഫൗണ്ട് ടു ബി 2 mg per liter after incubating 3 ml of sewage diluted to 300 ml at 20 degrees Celsius for 5 days. Then the BODs of the sewage would be option A 200 mg per liter, option B 300 mg per liter, C 600 mg per liter, D none of these. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓൾറെഡി നമുക്കറിയാം BOD 5 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇനിഷ്യൽ ഡിസോൾവ്ഡ് ഓക്സിജൻ, ഓക്കെ, ഇനിഷ്യൽ DO മൈനസ് ഫൈനൽ DO ഇൻറ്റു ഡയലൂഷൻ ഫാക്ടറാണ് വരുന്നത്. ഓക്കെ, ഇൻറ്റു ഡയലൂഷൻ ഫാക്ടർ. ഇനി ഇതിൽ തന്നെ ഡയലൂഷൻ ഫാക്ടർ നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഡയലൂഷൻ ഫാക്ടർ നമുക്ക് വോളിയം ഓഫ് സാമ്പിൾ വെച്ചും പെർസെൻറ്റേജ് ഡയലൂഷൻ വെച്ചും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡയലൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ഇക്വേഷൻ 300 ബൈ വോളിയം ഓഫ് സാമ്പിൾ, അല്ല എങ്കിൽ നമുക്ക് 100 ബൈ പെർസെൻറ്റേജ് ഓഫ് ഡയലൂഷൻസ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത് അത് ബേസ് ചെയ്ത് വേണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇനിഷ്യലും ഫൈനലിൻ്റെയും കാര്യമില്ല, അവിടെ ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ആണ് 2 mg per liter എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഇൻക്യുബേറ്റിങ്ങിന് ശേഷം അവിടെ 3 ml യൂസ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വോളിയം ഓഫ് സാമ്പിളും അവിടെ തന്നിട്ടുണ്ട്. ഡൈലൂറ്റഡ് ടു 300 ml ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഇക്വേഷൻസ് നോക്കാം. ഇക്വേഷൻസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇനിഷ്യലോ ഫൈനലോ സെപ്പറേറ്റ് ചെയ്തൊന്നുമല്ല, എല്ലാം ഡിപ്ലീഷൻ എന്നുള്ള രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. BOD 5 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്നത് 2 mg per liter ആണ്. 2 ഇൻറ്റു 300 ബൈ വോളിയം ഓഫ് സാമ്പിൾ 3 ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ആൻസർ വരുന്നത് 200 mg per liter ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, 200 mg per liter. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ ഇനിഷ്യലെന്നോ ഫൈനലെന്നോ അല്ല പറഞ്ഞേക്കുന്നത്, ഡിപ്ലീഷൻ എന്നാണ്. അപ്പോൾ ആ ഡിപ്ലീഷൻ വെച്ചിട്ട് വോളിയത്തിൻ്റെ കാര്യമേ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൂ. വോളിയത്തിൻ്റെ ഡയലൂഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് വേണം ചെയ്യാൻ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 200 mg per liter. Next question, the average daily consumption of SCT 1 lakh meter cube, then maximum daily consumptions on peak hourly demand will be എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കേണ്ടത് പീക്ക് അവർലി ഡിമാൻഡാണ്. പീക്ക് അവർലി ഡിമാൻഡ്. പീക്ക് അവർലി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോർമുല എന്താണ്? 2.7 ഇൻറ്റു ആവറേജ് ഡെയിലി ഡിമാൻഡാണ്. അപ്പോൾ ആവറേജ് ഡെയിലി ഡിമാൻഡ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുള്ളതാണ് ആവറേജ് ഡെയിലി ഡിമാൻഡ്. അപ്പോൾ 2.7 ഇൻറ്റു ആവറേജ് ഡെയിലി ഡിമാൻഡ് എടുക്കുക. സോ നമുക്ക് ആൻസർ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇതിൽ
ഓപ്ഷൻ വരുന്നതിൽ കറക്റ്റ് കണ്ടുകൂടാത്തതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Next question, assuming arithmetical increase method population of the town in the year 1991 with the help of following census records, the population will be. ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ് വെച്ചാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അപ്പോൾ ഇതിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അരിത്തമാറ്റിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എങ്ങനെയാണ്. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് 255, അതുപോലെ 495, 735 ആണ് ഇയർ തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 91ൻ്റെ കാര്യമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാമല്ലോ. എന്താണ് ഇക്വേഷൻ വരുന്നത്? Pn = P0 + Nx ബാർ. ഇതാണ് അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡിൻ്റെ ഇക്വേഷൻ. ഇതിൽ തന്നിരിക്കുന്നത് അപ്പോൾ 255, 495, 735യുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. 495 - 255 എനിക്ക് ചെയ്യുമ്പോൾ 240 എന്ന് കിട്ടും. അതുപോലെ തന്നെ 735 - 495 അതും ചെയ്യുമ്പോൾ എനിക്ക് 240 ആണ് കിട്ടുന്നത്. സോ 240 ആണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? 240 + 240/2 ചെയ്യാം. എനിക്ക് ആൻസർ വരുന്നത് 240 തന്നെ. അപ്പോൾ എൻ്റെ എക്സ് ബാർ 240 എന്ന് കിട്ടി. ഇനി P0 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഉള്ള ഇയർ 1971 ആണ് എനിക്ക് തന്നിരിക്കുന്ന ലാസ്റ്റ് ഇയർ. അപ്പം 735 എടുക്കുക. 735 + N. ഇതിൽ N എത്രയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പം 1991 അതുപോലെ 1971ൻ്റെയും ഇടയിലുള്ള ഇയറാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 1991 അതുപോലെ തന്നെ 1971ൻ്റെയും ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കാം. 1991 - 1971 എന്ന് പറയുമ്പോൾ 20 ഇയർ അല്ലേ വരുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡെക്കേഡ്സ് എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ N എന്ന് പറയുന്നത് 2 എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 × എക്സ് ബാർ എനിക്ക് കിട്ടിയിരിക്കുന്നത് 240 ആണ്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് 735 + 2 × 240 എന്ന് പറയുന്നത് 1215 എന്നാണ് കിട്ടുന്നത്.